ശീതളിന്റെ പ്രയത്നം ഫലിച്ചു. 6 വർഷത്തിന് ശേഷം ശാന്തി കുടുംബത്തിലേക്ക് മടങ്ങുന്നു. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. മനോനില തെറ്റി അബോധാവസ്ഥയിൽ പയ്യന്നൂർ പോലീസ് കരിവള്ളൂരിൽ കണ്ടെത്തിയ ശാന്തിയെ 2018 ജൂൺ 26 പിലാത്രയിലെ ഹോപ്പിൽ എത്തിക്കുന്നത്. പരിയേരത്തെ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മനോരോഗ വിഭാഗത്തിലെ തുടർ ചികിത്സയിൽ രോഗമുക്തി നേടിയെങ്കിലും ഇവരുടെ നാട് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ ഹോപ്പ് അധികൃതർക്ക് കഴിഞ്ഞില്ല. 2020 ബാംഗ്ലൂരിൽ നിന്ന് ഹോപ്പിൽ 4 മാസത്തെ ഇന്റേൺഷിപ്പ് പരിശീലനത്തിനെത്തിയ ബാംഗ്ലൂർ സ്വദേശിനിയായ KS ശീതളാണ് ഇവരോട് നിരന്തരം ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങളെ കണ്ടെത്താൻ ശ്രമം ആരംഭിച്ചത്. ഇവർ മുംബൈ ഗുജറാത്ത് അതിർത്തിയിൽ ക്ഷേത്രത്തിനരികിലുള്ള റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന ചേരിയിൽ നിന്നും വരുന്നു എന്ന് മാത്രമേ ശാന്തിക്ക് പറയാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കി തിരികെ പോയെങ്കിലും ശാന്തിയുടെ കുടുംബത്തെ കണ്ടെത്താനുള്ള ശ്രമം ശീതൾ തുറന്നു. ഏറെ നാളത്തെ ശ്രമങ്ങൾക്കൊടുവിൽ കുടുംബം ജാർഖണ്ഡിലെ റാഞ്ചിയിലാണെന്ന് കണ്ടെത്തുകയും തുടർന്ന് ജാർഖണ്ഡ് വനിതാ ശിശുക്ഷേമ വകുപ്പ് വഴി നടത്തിയ അന്വേഷണത്തിൽ ഇവരുടെ ബന്ധുക്കളെ വിവരമറിയിക്കുകയും ചെയ്തു. 8 മക്കളുള്ള ശാന്തിയുടെ ഭർത്താവ് ഉത്തർപ്രദേശ് സ്വദേശിയാണ്. എന്നാൽ ഇവിടെ വന്ന് ശാന്തിയെ കൂട്ടിപ്പോകാൻ കഴിയാത്തത്ര ദരിദ്രരാണെന്നും അതിനാൽ റാഞ്ചിയിൽ എത്തിച്ച് നൽകാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഹോപ്പ് അധികൃതർക്ക് ഇത് സാധിച്ചില്ല. യുവ ഹോപ്പ് കോർഡിനേറ്റർ KP മുഹമ്മദ് റിയാസിൻ്റെയും ഹോപ്പ് സെക്രട്ടറി ജാക്കുലിൻ ബിന്ന സ്റ്റാൻലിയും ചേർന്നാണ് ആഗസ്റ്റ് 29 രാവിലെ ശാന്തിയെ ജാർഖണ്ഡിലേക്ക് കൊണ്ടുപോകുന്നത്. ജാർഖണ്ഡ് വനിതാ ശിശുക്ഷേമ വകുപ്പ് അധികൃതരുടെ സാന്നിധ്യത്തിൽ ശാന്തിയെ കുടുംബാംഗങ്ങൾക്ക് കൈമാറും. ഇതു സംബന്ധിച്ച് പോലീസിൻ്റെ അനുമതി പത്രം പയ്യന്നൂർ SI B ശ്രീകുമാർ പിലാത്രയിൽ കൈമാറി. ഹിന്ദി മാത്രമേ സംസാരിക്കുന്നുള്ളൂ. മറ്റ് കമ്മ്യൂണിക്കേഷൻ വളരെ ബുദ്ധിമുട്ടാണ്. സ്വഭാവമില്ല. വേറെ കുറച്ചെക്കുറിച്ച് ചോദിച്ചിരുന്നാൽ ബോംബെ ആണെന്ന് മാത്രമേ പറയുള്ളൂ. അങ്ങനെ എത്തിച്ച് ദീർഘകാലത്തെ ട്രീറ്റ്മെന്റിന് ശേഷം മനോരോഗിയെ എടുക്കുവാൻ സാധിച്ച സമയത്താണ് ഇവർക്ക് 8 മക്കളുണ്ടെന്നും KS ജയമോഹൻ, KS ശീതൾ, KP മുഹമ്മദ് റിയാസ്, E കുഞ്ഞിരാമൻ, KP ഷനിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പിലാത്രയിൽ നിന്നും T ബാബു, പഴയങ്ങാടി. ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ. സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട. എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം. സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം. വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തര മലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല. ഇതൊക്കെ എവിടെയെന്നല്ലേ? ബാഗ് ബസാറിൽ. അല്ല പിന്നെ, ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം. ഒപ്പം റെയിൻ കോട്ടുകൾ, കുടകൾ, വാട്ടർ ബോട്ടിലുകൾ, ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട്. 30 വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട. നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ. ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്കിൽ തിരഞ്ഞെടുത്തോളൂ. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. മൊബൈൽ 9895111161 and 9072702082. Bag Bazaar, Balaji Tower opposite Grand Tejas, New Bus Stand, Payyanur. 99467475